5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിലെ BJPയുടെ ഒരു 13,000 വോട്ടായിരിക്കും തീരുമാനിക്കുന്നത് അവിടെ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 8,000 വോട്ട് പിടിച്ചു, അത് 10,000 ആക്കുമെന്നാണ്, മറ്റ് 10,000 വരെ ആയേക്കാം എന്നാണ് മറ്റ് സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു കണക്കൂട്ടൽ. എന്നാൽ ഞങ്ങളുടെ സർവേ ടീം അവിടെ പോയി നടത്തുന്ന ഒരു പഠനത്തിൻ്റെ ഫലമായി കിട്ടുന്നത് 13,000-നും 15,000-നും ഇടയ്ക്കുള്ള വോട്ട് BJP പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ വോട്ട് കൂടുതലും കോൺഗ്രസിൻ്റെ നിന്നും പിടിക്കാൻ സാധ്യതയുണ്ട്, അത് പിന്നെ CPM-ൻ്റെ നിന്നും പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, മുനമ്പം കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വഖഫ് നിയമങ്ങളാണ് ഒന്നാമത്തെ കാര്യം. അത് വളരെ അനുകൂലമായി വന്നിട്ടുണ്ട്. അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയൊരു പിളർപ്പുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ BJPയുടെ ചിട്ടയായ പ്രവർത്തനം, രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വളരെ ചിട്ടയായിട്ടുള്ള, അദ്ദേഹം വീട് വീടാന്തരം പോയിട്ടൊക്കെ നടത്തുന്ന, അതുപോലെ സുരേഷ്, നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പേരാണ് അദ്ദേഹം, സുരേഷ്, തിരുവനന്തപുരത്തുള്ള സുരേഷ്, BJPയുടെ പഴയ ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് വളരെ ചിട്ടയായ നേതൃത്വത്തിൽ ഉള്ള പിന്നെ ഗോപാലകൃഷ്ണനുണ്ട്, പിന്നെ കൃഷ്ണദാസ് ഉണ്ട്, ഒത്തിരി ആളുകൾ അവിടെ നേതാക്കളായി പോയിട്ടുണ്ട്. എന്നാലും സുരേഷിൻ്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അണിയറയിൽ പിന്നെ നമ്മുടെ ഷോൺ ജോർജ് പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, പിന്നെ അബ്ദുള്ള കുട്ടിയുണ്ട്, പല നേതാക്കൾ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു 13,000 വോട്ടിലേക്ക് അല്ലെങ്കിൽ 15,000-ന് താഴെ വോട്ടിലേക്ക് മാറാനുള്ള എല്ലാ, പക്ഷേ ഈ 13,000-ഓ 15,000 വോട്ടെന്ന് പറയുന്നത് മറ്റ് സ്ഥാനാർത്ഥികളുടെ പിന്നെ ജയത്തെയും പരാജയത്തെയും കൃത്യമായി നിർണ്ണയിക്കുന്നതാണ്. അപ്പോൾ ഈ 13,000-നും 15,000-നും ഇടയ്ക്കുള്ള വോട്ടായിരിക്കും നിലമ്പൂരിലെ ഏത് സ്ഥാനാർത്ഥിയുടെയും വിജയം. അത് പിന്നെ അൻവറാണോ സ്വരാജാണോ അതോ ഇനി ആര്യാടൻ ഷൗക്കത്താണോ ജയിക്കുന്നത് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനമാണ്, BJP ശക്തമായ സാന്നിധ്യം അവിടെ കാണിച്ചു കഴിഞ്ഞു. ആ സാന്നിധ്യത്തിൽ അവിടെ കാൻഡിഡേറ്റിൻ്റെ സെലക്ഷൻ പോലും അവരൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെയാണ് കൊണ്ടുവന്നത്. അതിലവർ വിജയിച്ചു. ഒരു കർഷക നേതാവിനെയാണ് കൊണ്ടുവന്നത്. മാത്രമല്ല ഒരു പാർട്ടിയിൽ നിന്ന്, കേരള കോൺഗ്രസ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളെയാണ് പിളർത്തിയെടുത്തത്. അങ്ങനെ ആദ്യത്തെ ഘട്ടം അവർ വിജയിച്ചു. രണ്ടാം ഘട്ടം എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 13,000-നും 15,000-നും ഇടയ്ക്കുള്ള വോട്ട് BJP പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെ പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും ഈ അധികം കഴിഞ്ഞ 8,000-ത്തിന് പുറമെ 7,000-നും 8,000-ത്തിനൊക്കെ പുറമെ പിടിക്കുന്ന 5,000-ഓ 6,000-ഓ വരുന്ന വോട്ട് തീർച്ചയായും അത് രണ്ട് മുന്നണികൾക്കും, രണ്ടല്ല 3 പേർക്കും തലവേദന ഉണ്ടാക്കുന്നതാണ്. അൻവറിനും ആര്യാടൻ ഷൗക്കത്തിനും സ്വരാജിനും ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളരെ ഹൈപ്പോടുകൂടി കൊട്ടിക്കലാശമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ നടത്തി വളരെ വലിയ ഹൈപ്പ് ഉണ്ടാക്കി BJP അവരുടെ സാന്നിധ്യം അവിടെ അറിയിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും BJPയുടെ വോട്ട് നിർണായകമായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാലും അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നാലും, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ആൾറെഡി പിടിച്ചു കഴിഞ്ഞു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊക്കെ. അങ്ങനെയാണെങ്കിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 25-ഓ 26-ഓ അല്ലെങ്കിൽ 30%-നകത്ത് വോട്ട് പിടിച്ചാൽ ചിത്രം മാറും, കേരളത്തിൻ്റെ ചിത്രം തന്നെ മാറും. അവർക്ക് MLA-മാരുണ്ടാകും, വലിയ രൂപത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു BJPയുടെ ഒരു തന്ത്രമായി ഇത് മാറും. തീർച്ചയായിട്ടും BJP ഒരുപാട് വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യത, ഈ ഇത്തരം വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കുറേ വോട്ടുകൾ ചിലപ്പോൾ അൻവറിനും പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള കലങ്ങി മറിഞ്ഞിട്ടുള്ള വല്ലാതൊരു, നമ്മൾ പ്രളയകാലത്ത് മഴവെള്ളം വരുന്ന കാലത്തൊക്കെ ഈ നദികളൊക്കെ കലങ്ങി മറിഞ്ഞ് എല്ലാം കൂടി കൂട്ടിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലേക്കാണ് ഇലക്ഷനാകുന്ന നദിയിൽ കലങ്ങി മറിയുകയാണ് വോട്ടാകുന്ന വെള്ളം.